ായി ശബരിമല ഒരുങ്ങി നാളെയാണ് മകരവിളക്ക് കാണാൻ കഴിയുന്ന മേഖലകളിലെല്ലാം കൂട്ടത്തോടെ തീർത്ഥാടകർ തമ്പടിക്കുകയാണ്. ഇന്ന് 40,000 പേർക്ക് മാത്രമാണ് ദർശനത്തിന് അനുമതി. കഴിഞ്ഞ ദിവസം 90,000-ലധികം തീർത്ഥാടകർ സന്നിധാനത്തെത്തിയെന്നാണ് പോലീസിന്റെ കണക്ക്. മകരവിളക്കിന് ഒരു ദിവസം മാത്രം ശേഷിക്കെ ശബരിമല സന്നിധാനം തീർത്ഥാടകരാൽ നിറഞ്ഞിരിക്കുകയാണ്. ഞാൻ നിൽക്കുന്നത് പാണ്ടിത്താവളം ഭാഗത്താണ്. നമുക്കിവിടെ കാണാൻ കഴിയും, നോക്കാവുന്ന എല്ലായിടത്തും തന്നെ തീർത്ഥാടകർ ക്യാമ്പ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. 2 ദിവസം മുൻപ് തന്നെ പലരും പല ഭാഗങ്ങളിലായിട്ട് ഷെഡ് കെട്ടി, ഷീറ്റ് കെട്ടുക, അതുപോലെ പർണശാല കെട്ടുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. ഇന്ന് 40,000 പേർക്ക് മാത്രമാണ് സന്നിധാനത്തേക്ക് അനുവാദമുള്ളത്. പക്ഷേ ഇവിടെ എത്തിച്ചേർന്ന തീർത്ഥാടകർ, ഇതിന് കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിച്ചേർന്ന തീർത്ഥാടകർ ഇവിടെ തന്നെ തുടരുന്ന ഒരു സാഹചര്യം. 2 ദിവസം മുൻപ് തന്നെ ഈ മകരവിളക്ക് കാണാൻ ഏറ്റവും അധികം സൗകര്യമാർന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് തീർത്ഥാടകർ ക്യാമ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ മുൻപൊക്കെ ഇവർ തന്നെ പാചകം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ ദേവസ്വം ബോർഡ് അതിന് അനുവാദം കൊടുത്തിട്ടില്ല. പകരം ഭക്ഷണം സൗജന്യമായിട്ട് വിതരണം ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. രാവിലെയും ഉച്ചയ്ക്കുമൊക്കെ സൗജന്യമായിട്ട് ഭക്ഷണവും ശുദ്ധജലവും ഒക്കെ ദേവസ്വം ബോർഡ് ഇവർക്ക് എത്തിച്ചു നൽകുന്നുണ്ട്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തേക്കാൾ 1500 പോലീസുകാരായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ, അതായത് നാളെയൊക്കെ 2000-ലധികം പോലീസുകാരായിരിക്കും ഇവിടെ സേവനത്തിനുണ്ടാവുക. കൂടുതൽ പോലീസുകാരും RIF ഉദ്യോഗസ്ഥരൊക്കെ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം. അതോടൊപ്പം തന്നെ ശബരിമല ക്ഷേത്രത്തിലും ഈ ഒരു മകരവിളക്കിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകളും പൂർത്തിയാവുകയാണ്. ഇന്നലെ പ്രാസാദ ശുദ്ധിക്രിയ കഴിഞ്ഞു. ഇനി ബിംബശുദ്ധിക്രിയകളും പൂർത്തിയാകുന്നുണ്ട്. നാളെയാണ് മകരവിളക്ക്. നാളെ മകര സംക്രമ പൂജ ഉച്ചയ്ക്ക് 3:08 അപ്പോൾ 3 മണിക്ക് മുമ്പ് നട തുറക്കും. 3:08 മകരസംക്രമ പൂജയ്ക്ക് കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്ന നെയ്യാണ് അഭിഷേകം ചെയ്യുക. അതിനുശേഷം പിന്നീട് 6 മണിയോടെയാണ് തിരുവാഭരണം സന്നിധാനത്ത് എത്തിച്ചേരുക. തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന 6:30-ക്കാണ്. അതിനുശേഷമാണ് പൊന്നമ്പലമേടിൽ മകരവിളക്ക് തെളിയുക. അതുവരേക്കും ഈ നാളെ ഉച്ചയ്ക്ക് 1 മണി മുതൽ ഈ ഒരു മകരവിളക്ക് കഴിയുന്നത് വരേക്കും 18-ാം പടിയിലൂടെ തീർത്ഥാടകർക്ക് പ്രവേശനമുണ്ടാകില്ല. ഈ ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും തീർത്ഥാടകർ പ്രവേശിപ്പിക്കുക. അതുപോലെ തന്നെ 11 മണി മുതൽ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കും തീർത്ഥാടകർക്ക് നിയന്ത്രണമുണ്ട്. സമാന നിയന്ത്രണം പുല്ലുമേടിലും ഏർപ്പെടുത്തിയിരിക്കുന്നു. വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. കഴിഞ്ഞ ദിവസത്തേക്ക് എത്തിച്ചേർന്ന തീർത്ഥാടകർക്ക് തന്നെ സന്നിധാനത്ത് കാണാവുന്ന ദൂരത്തെല്ലാം തന്നെ ക്യാമ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്കിവിടെ കാണാൻ കഴിയും. ഈ BSNLന്റെ പരിസരത്തൊക്കെ നിറയെ ഷെഡുകൾ കെട്ടി, ഷീറ്റുകൾ കെട്ടിയൊക്കെ തീർത്ഥാടകർ ഇതിനോടകം തന്നെ തമ്പടിച്ചു കഴിഞ്ഞിരിക്കുന്നു. സാധാരണ നടക്കുന്ന വഴിയിലൊക്കെ ഇതുപോലെ കറുത്ത മുണ്ടുകൊണ്ട് ഈ കെട്ടിമറച്ച് താൽക്കാലികമായിട്ട് കിടന്നുറങ്ങാവുന്ന സംവിധാനം ഒരുക്കി. അത്തരത്തിൽ എവിടെ നിന്നാൽ മകരജ്യോതി കാണാം അല്ലെങ്കിൽ മകരവിളക്ക് കാണാമെന്ന് ഇവർക്കറിയാം. അപ്പോൾ അതിന് കേന്ദ്രീകരിച്ച് അതിന് സൗകര്യമാർന്ന ഇടങ്ങളിലൊക്കെ തന്നെ തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ശബരിമല. അഖിലോട്ട് പറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.